ബ്രൈറ്റ് നാവിഗേറ്ററിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നാം കാണാൻ പോകുന്നത് വൈപ്പിൻ ബീച്ചിലെ കാഴ്ചകളാണ്. സോ നമുക്ക് ഇന്നത്തെ കാഴ്ചയിലേക്ക് പോകാം. ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നത് കൊച്ചിയിലെ പ്രമുഖ IT സ്ഥാപനമായ സ്മാർട്ട് വെബിനാണ്. സോ മൂവിങ് ഓൺ ടു ദ വീഡിയോ. വളരെ മനോഹരമായൊരു കാഴ്ചയാണ് ഈ ലൈറ്റ് ഹൗസിൻ്റേത്. പ്രത്യേകിച്ച് നമ്മളിതിൻ്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു പ്രദേശത്തെ ആകമാനം ഭംഗി നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. എസ്പെഷ്യലി നമുക്ക് ആ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ബീച്ച് മാത്രമല്ല സമീപ പ്രദേശങ്ങളുമായ ഫോർട്ട് കൊച്ചി പോലും നമുക്ക് നല്ല രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് സമയമുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് കയറി കാണാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇത് വൺ ഓഫ് ദ മേജർ അട്രാക്ഷൻസ് തന്നെയാണ്. കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു കൂറ്റൻ മരം, അതിൻ്റെ അവശിഷ്ടങ്ങളാണ്. നല്ലൊരു ഫീലാണ് കേട്ടോ. നമുക്ക് ഇവിടെ എന്നിട്ട് നമുക്ക് ആ സൂര്യാസ്തമയം നമുക്ക് കാണാൻ സാധിക്കും. കടലിലെ ഭംഗി ആസ്വദിക്കാം. അതുപോലെ നമുക്ക് കുറച്ച് സമയം ഇരിക്കുകയും ചെയ്യാം. ഇങ്ങനെ ധാരാളം ഇരിപ്പിടങ്ങൾ ഈ ഒരു വൈപ്പിൻ ബീച്ചിൻ്റെ ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതൊരു വാച്ച് ടവറാണ്. നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് കണ്ട അതേപോലെ ഒരു ഏരിയയാണ് കാണുന്നത്. തൊട്ടടുത്ത ഭാഗത്തും നമുക്ക് ഇതുപോലെ തന്നെ നമ്മൾ ചൂള മരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് എല്ലായിടവും നമുക്കിത് പോയി എന്ന് കണ്ട് ചിത്രീകരിക്കാൻ സാധ്യമല്ല. എങ്കിലും ബാക്കിയുള്ള ഏരിയകൾ നിങ്ങൾ ഇവിടെ വന്ന് ആസ്വദിക്കുമെന്ന് കരുതുകയാണ്. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ആ ഒരു ഭംഗി, ആ ഒരു തിരമാലയുടെ ഒരു ഭംഗി. നല്ല ശക്തമായിട്ടുള്ള തിരയാണ് ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ ഒരു ബീച്ചിൻ്റെ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. ധാരാളം ഫാമിലീസ് ഈ ഒരു ഭംഗി ആസ്വദിക്കാണ്ട് എത്തിയിട്ടുണ്ട്. നിങ്ങൾ നോക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കും. നമ്മൾ മറ്റുള്ള ബീച്ചിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു വ്യൂ ആണ്. നമുക്ക് നോക്കിയാൽ കുഞ്ഞു കുഞ്ഞു കടകൾ കാണാം. ആൻഡ് നമുക്കിവിടെ നമ്മൾ സാധാരണ ബീച്ചിലൊക്കെ പോകുമ്പോൾ പാർക്കിംഗ് വലിയൊരു പ്രശ്നം തന്നെയാണ്. ഇവിടെ യാതൊരു വിധത്തിലുള്ള പാർക്കിംഗ് ഫീസും ഈടാക്കുന്നില്ല എന്നതാണ് എടുത്തു പറയത്തക്ക ഒരു പ്രത്യേകത. സോ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്ത് നമുക്ക് ബീച്ചിലേക്ക് കടന്നു വരാവുന്നതാണ്. നമുക്ക് നന്നായിട്ട് ഈ ഒരു കടലിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകുവാനുള്ള ഒരു ഇടം തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ നോക്കിയാൽ തന്നെ കാണാം, പല സ്ഥലങ്ങളിലും ആ ഒരു വ്യത്യസ്തത നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. സമയം ഇങ്ങനെ വൈകുന്തോറും തിരയുടെ ആ ഒരു പവറിങ് കൂടി വരികയാണ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും. അയ്യോ, നല്ല ഒരു ഫ്ലോയിലാണ് വന്നത് കേട്ടോ. വീണ്ടും നമ്മുടെ ബീച്ചിൻ്റെ ആ ഒരു ഭംഗി തന്നെ ആസ്വദിച്ച് പോവുകയാണ്. നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ആയിട്ട് അവതരിപ്പിക്കുന്ന സമയം നല്ല വെയിലായിരുന്നു. സോ നമ്മൾ ചില ഏരിയകൾ ഒന്ന് സ്കിപ്പ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്കായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ വൈപ്പിൻ ബീച്ചിനെ കുറിച്ചിട്ട് അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ പറഞ്ഞിരുന്നു. സോ ഞങ്ങളത് ഗ്രൂപ്പ് ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് ഒന്നുകൂടെ കൊടുക്കാം. സോ നിങ്ങളത് ഒന്നും കൂടെ ആ ഒരു വീഡിയോ കാണാം.
എന്തായാലും നമ്മൾ ആ ഒരു ബീച്ചിൻ്റെ ഭംഗി നമുക്ക് കണ്ടിങ്ങനെ പോകാം. വളരെ ശാന്തമായ ഒരു അന്തരീക്ഷവും അതോടൊപ്പം തന്നെ മറ്റുള്ള ബീച്ചുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഭംഗി, പ്രത്യേകിച്ചും തിരക്കുകളൊന്നുമില്ലാത്ത ഒരു ഇടം തന്നെയാണ് വൈപ്പിൻ ബീച്ച് എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾക്ക് ശുപാർശ ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും മികച്ച ഒരു ലൊക്കേഷൻസിലൊന്ന് തന്നെയാണ് വൈപ്പിൻ ബീച്ച് എന്ന് പറയണത്. നമ്മൾ ഈ നോക്കുമ്പോൾ തന്നെ കണ്ട എത്ര വിശാലമാണ് ഈ ബീച്ച് എന്നുള്ളത്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, നിങ്ങളിവിടെ വന്ന് ഈ ഒരു ഭംഗി ആസ്വദിക്കാം. നിങ്ങളിവിടെ വരാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് വൈകിട്ട് ഒരു 4 മണിക്ക് ശേഷമാണ്. കാരണം അന്നേരം വെയിലെല്ലാം ഒന്ന് മാറി വരുന്ന ടൈമായിരിക്കും. അതുമാത്രമല്ല, നമുക്ക് സൂര്യാസ്തമയം കൂടി നമുക്ക് കണ്ട് ആസ്വദിച്ച് പറ്റുമെങ്കിൽ നിങ്ങളുടെ ക്യാമറയിൽ ഒന്ന് ക്യാപ്ചർ ചെയ്ത് പോകാനും സാധിക്കുന്നതാണ്. മത്സ്യബന്ധനത്തിന് പോകുന്ന വഞ്ചി ഇവിടെ ഉണ്ട്. അതുപോലെ അതിന് ഉപയോഗിക്കുന്ന വല ഇവിടെ മാത്രമല്ല കേട്ടോ, അവിടെയും ഒരു വല കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ അട്ടിക്കട്ടിക്ക് ഇങ്ങനെ വള്ളം വെച്ചേക്കാം. ആ ഭാഗത്തൊരു വള്ളമുണ്ട്. ഇതൊക്കെ ഒരു വൈകുന്നേരം സമയങ്ങളിൽ ഇറങ്ങും, മത്സ്യബന്ധനത്തിന് ഇറങ്ങും. എത്രത്തോളം വെയിറ്റ് ആണെന്ന് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാൻ പറ്റും. ഇത് കാണുമ്പോൾ തന്നെ കണ്ടോ ആ ഒരു വെയിറ്റ്. ആൻഡ് ഇനി നമ്മൾ പോകാൻ പോകുന്നത് മറ്റൊരു ഏരിയയിലേക്കാണ്. നമ്മൾ അവസാനത്തെ ഫിഷിംഗ് ബോട്ടും കണ്ടു. നമുക്ക് എത്രത്തോളം ഫുൾ ഏരിയ കവർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും നമുക്ക് മാക്സിമം നോക്കാം. നമ്മളിപ്പോൾ ഇനി കാണുന്നത് ഈ പൈൻ മരങ്ങളാണ്. എന്തായാലും നമ്മൾ കുറച്ച് നടന്ന് വശം കിടും. സോ നിങ്ങൾക്ക് കുറച്ച് സമയം ഒരു തണൽ തരുന്ന ഒരു ഇടമാണ് ഈ പൈൻ മരങ്ങൾ എന്ന് പറയുന്നത്. ഇതും ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത തന്നെയാണ്. അങ്ങനെ നമ്മൾ ആ ഒരു പൈൻ മരത്തിനിടയിലൂടെ കയറി മറ്റൊരു ഏരിയയിലേക്ക് കടന്നിരിക്കുകയാണ്. ഒരു ചെറിയൊരു ജലാശയങ്ങളൊക്കെ കാണാം. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ചൂളമരത്തിൻ്റെ ആ ഒരു കാഴ്ചയെ നമുക്ക് കാണാം. കുഞ്ഞു കുഞ്ഞു ചൂളമരങ്ങളൊക്കെ ഇവിടെയുണ്ട്. ചെറിയ ചെറിയ കണ്ടൽ കാടുകളുണ്ട്. നിങ്ങൾ നോക്കുമ്പോൾ തന്നെ കാണാം പല ഭാഗങ്ങളിൽ നമുക്ക് ഇങ്ങോട്ട് കയറി പറ്റാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് യാതൊരു പാർക്കിംഗ് ഫീസും ഇവർ ഈടാക്കുന്നില്ല. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്ത് നമുക്ക് വരാം. സമീപ പ്രദേശങ്ങളിൽ ധാരാളം കുഞ്ഞു കുഞ്ഞു കടകളുണ്ട്, ഹോം സ്റ്റേയ്സ് ഉണ്ട്. സോ എന്താ പറയുക, ആ ഒരു ഭംഗി, ആ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻസിൻ്റെ ആ ഒരു ഭംഗി ഒട്ടും ചോർന്നു പോകാതെ തന്നെ ഇവിടുത്തെ ഓരോ കാര്യങ്ങളും നിങ്ങൾക്കായിട്ട് സമ്മാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും കുറച്ചുകൂടെ അടുത്തേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. നമുക്ക് കാണാം ആ ഒരു ഭംഗിയുണ്ട്. എന്ത് രസമെന്ന് നോക്കി. ഒരു പക്ഷേ ചിലപ്പം സമാനമായിട്ടുള്ള ഒരു കാഴ്ചകൾ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ സിനിമകളിൽ വരെ കണ്ടിട്ടുണ്ടാകും. അത്രത്തോളം ഭംഗിയാണ്. കാരണം ഓരോ ഫോട്ടോഷൂട്ടിനും ഒരിക്കലും നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ബാക്ക്ഗ്രൗണ്ട് തന്നെയായിരിക്കും ഈ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ അടുത്ത ഒരു ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെയും ഒരു ചൂള മരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് തന്നെ ഊഹിക്കാൻ പറ്റും ഈ ഒരു കാഴ്ച എത്രത്തോളമാണ്. അപ്പോൾ ഇവിടെ വന്ന് ആസ്വദിക്കുമ്പോഴുള്ള ഭംഗി അതിലേറെ ആണ്. ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സാധാരണ നമ്മൾ ബീച്ചുകളിലൊക്കെ പോകുമ്പോൾ നമുക്ക് പാർക്കിംഗ് ഫീസ് ഒക്കെ ഈടാക്കുമ്പോൾ ഇവിടെ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് എവിടെ വേണമെങ്കിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സാധിക്കും.
നമ്മൾ അടുത്ത ഒരു ഏരിയയിലേക്ക് കയറിയപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് കയറിയ ഏരിയനേക്കാളും കുറച്ചുകൂടെ ഒരു നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ നല്ലൊരു കാഴ്ചയാണ്. പല സ്ഥലങ്ങളിലും ഫോട്ടോഷൂട്ടിനൊക്കെ ആളുകൾ വന്നിട്ടുണ്ടായി. സോ ഓരോ ഭാഗങ്ങളും അവരെത്രത്തോളം ഭംഗിയായിട്ടാണ് ഒപ്പിയെടുക്കുന്നത് എന്ന് ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചു. അങ്ങനെ നമ്മൾ ഈ ഒരു വീഡിയോയുടെ അവസാന ഭാഗത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുകയാണ്. ഞങ്ങൾ ഈ ഒരു ഭാഗം തന്നെ ചിത്രീകരിച്ചിരുന്നു എങ്കിലും ഞങ്ങൾ വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് അന്ന് കാണിച്ചിരുന്നത്. എങ്കിലും ഇന്ന് പരമാവധി ഭാഗങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാം. ഞങ്ങളുടെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ബ്രൈറ്റ് നാവിഗേറ്റർ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുവാനും മറക്കരുത്. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും യഥാസമയം നിങ്ങളുടെ വിരൽത്തുമ്പിലേക്ക് എത്തുന്നതാണ്. അതോടൊപ്പം ബ്രൈറ്റ് നാവിഗേറ്റർ എന്ന ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാം. ഞങ്ങളുടെ മുൻകാല വീഡിയോകൾ എല്ലാം തന്നെ brightnavigator.in എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ദിസ് ഈസ് ബ്രൈറ്റ് നാവിഗേറ്റർ പ്രസൻറ്റഡ് ബൈ സ്മാർട്ട് വെബിൻ കൊച്ചി. താങ്ക് യു.